തൊഴിയൂർ ഭദ്രാസന പള്ളി അങ്കണത്തിൽ തല ഉയർത്തി നിന്നിരുന്ന പുളിമരം ശക്തമായ കാറ്റിൽ കടപുഴകി വീണു. പോയ വർഷത്തിന്റെ ഓർമ്മകളും പൈതൃക ശേഷിപ്പുകളും പറയാനുണ്ട് ഈ മരത്തിന്. തൊഴിയൂർ സെന്റ് ജോർജ് ഭദ്രാസന ദേവാലയത്തിന്റെ ആരംഭചരിത്രത്തോളം തന്നെ പഴക്കമുണ്ട് ഈ പുളിമരത്തിന്. ചെകുത്താൻ പുളി എന്ന പേരിലെല്ലാം അറിയപ്പെട്ടിരുന്ന പുളിമരത്തെ സംബന്ധിക്കുന്ന ഒരുപാട് കഥകളും തൊഴിയൂർ ദേശത്ത് പറഞ്ഞു കേട്ടിരുന്നതാണ്. പഴയകാലത്ത് പ്രേതബാധ ഒഴിപ്പിക്കാനെത്തിയിരുന്നവർ ബാധയൊഴിഞ്ഞ് ഈ പുളിമരത്തിൽ വന്ന് ആണിയടിച്ചു പോകുമായിരുന്നുവെന്നാണ് വിശ്വാസം. 1995 വടക്കനച്ചന്റെ മരണം വരെ ഇത് നിലനിന്നിരുന്നു. പിന്നിട്ട നൂറ്റാണ്ടുകളുടെ ഓർമ്മകളും പൈതൃക ശേഷിപ്പുകളുമായി തൊഴിയൂർ ഭദ്രാസന പള്ളി അങ്കണത്തിൽ തലയുയർത്തി നിന്നിരുന്ന പുളിമരത്തെ തൊഴിയൂർ പള്ളി സന്ദർശിക്കുന്ന ഏവരും തന്നെ വളരെ കൗതുകത്തോടെയും ആശ്ചര്യത്തോടെയുമാണ് നോക്കിക്കണ്ടിരുന്നത്. തൊഴിയൂർ പള്ളിയുടെ ഖ്യാതിയോളം വളർന്നിട്ടുള്ള ഒരു പുളിമരം, ഈ പ്രദേശത്തിൻ്റെ ഒരു പുളിമുത്തശ്ശി എന്നൊക്കെ നമുക്ക് പറയാം. ഈ പ്രദേശത്തുള്ള ഒരുപാട് തലമുറകൾ ഇതിൻ്റെ കഥകൾ കേട്ടും ഇതിലെ ഐതിഹ്യങ്ങൾ കേട്ടുമൊക്കെ ജീവിച്ചു പോകുന്നൊരു സംസ്കൃതി ഉണ്ട് ഈ നാടിൽ. ഒരു സംസ്കൃതിയുടെ പ്രതീകം കൂടിയാണ് ശരിക്കും. അത് ഈ നാട്ടിൽ നിന്നിരുന്ന വ്യവസ്ഥിതിയുടെ ഭാഗവും ഒരുപക്ഷെ പ്രേതബാധയൊക്കെയുള്ള ആളുകൾ അതിൽ ഈ പുളിയിലേക്ക് ആവാഹിക്കപ്പെടുന്നൊരു വിശ്വാസമൊക്കെ നിലനിന്നിരുന്നൊരു വലിയ കാലഘട്ടം ഈ പ്രദേശത്തുണ്ടായിരുന്നു. അത് ഈ പുളിമരം വീണു എന്ന് കേൾക്കുമ്പോൾ ഏതോ നമ്മുടെ സ്വന്തക്കാരായ ഒരു മുത്തച്ഛൻ മരിച്ചുപോയ ഒരു പ്രതീതിയാണ് എന്ന് രാവിലെ മുതൽ ഈ പ്രദേശത്തുള്ള ആളുകൾ ഫോൺ വിളിച്ചൊക്കെ അറിയിക്കുമ്പോൾ നമുക്ക് തോന്നിയിട്ടുണ്ട്. മലബാർ സ്വതന്ത്ര സുറിയാനി സഭയുടെ സ്ഥാപക പിതാക്കന്മാരായ പരിശുദ്ധ കൂറിലോസ് ബാവമാർക്ക് ഹൈദ്രോസ് കുട്ടി മൂപ്പർ തന്റെ മാതുലന് പേവിഷബാധയേറ്റപ്പോൾ ചികിത്സ നൽകിയ സന്തോഷത്തിന് പാരിതോഷികമായി നൽകിയതാണ് 200 ഏക്കറോളം വരുന്ന കടൽക്കരയായിരുന്ന ഈ സ്ഥലം. ദേവാലയം പണിയുന്നതിന് മുമ്പേ ഈ പുളിമരത്തണലിലാണ് ബാവമാർ ഒത്തുകൂടിയത്. ധ്യാനത്തിനും പ്രാർത്ഥനയ്ക്കുമായി ഈ പുളിമരത്തണലിനെ ആശ്രയിച്ചിരുന്നതായും പിന്നീട് ദേവാലയം പണിയുകയായിരുന്നുവെന്നാണ് പഴമക്കാർ പറയുന്നത്. ടിപ്പു സുൽത്താൻ്റെ പടനായകനായ ഹൈദ്രോസ് കുട്ടി മൂപ്പരുടെ മാതുലൻ കുട്ടിപ്പോക്കറെ പേപ്പട്ടി കടിച്ച് വിഷബാധ ഏറ്റ് പേയിളകിയ സന്ദർഭത്തിൽ പ്രാർത്ഥിച്ച് ആ കുട്ടിക്ക് സൗഖ്യം നൽകിയ, അതിൻ്റെ പാരിതോഷികമായി നൽകിയ ഈ 200 ഏക്കർ ഭൂമിയിൽ പരിശുദ്ധ പിതാക്കന്മാർ ആദ്യം കടന്നു വന്നപ്പോൾ അവർക്ക് തണലേകിയ ഒരു മരമാണ് ഈ പുളിമുത്തശ്ശി. അതിനുശേഷം പിതാക്കന്മാർ ഇതിനോട് ചേർന്നുള്ള സ്ഥലത്ത് തന്നെ അടുത്ത് ദേവാലയം പണിയുകയുണ്ടായി. തൊഴിയൂർ പള്ളിയുമായി ബന്ധപ്പെട്ട് കേട്ടിരുന്ന ഒരുപാട് കഥകൾക്ക് പിൻബലമായി ചൂണ്ടിക്കാണിക്കപ്പെട്ടിരുന്ന പുളിമരം പുതിയ തലമുറയ്ക്ക് എന്നും ഒരു കൗതുകമായി. തൊഴിയൂർ പള്ളിയെ അറിയുന്ന ഏവരുടെയും മനസ്സിൽ മായാതെ നിലകൊണ്ട ഓർമ്മകളെയെല്ലാം ബാക്കിയാക്കിക്കൊണ്ടാണ് വിട പറഞ്ഞിരിക്കുന്നത്. CCTV News.